ഹലോ മക്കളെ, എന്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഒരു കംപ്ലീറ്റ് ചെയ്ത കോൺവെർസേഷൻ ചെയ്താലോ? ഇവിടെ നോക്കുക. യെസ്, ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എവിടെയോ കണ്ടു പറഞ്ഞൊരു ചോദ്യം ഇവിടെ കാണുന്നുണ്ടല്ലേ? ഓക്കെ, ആദ്യം വരുന്നത് കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക്. അതെന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? അപ്പം കോമ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാർക്ക്. യു വെന്റ് ടു ദ ബേക്കറി ദിസ് മോർണിംഗ്. അത് എന്താണ് അവിടെ വരേണ്ടത്? യെസ്, അവിടെ വെന്റ് ഉണ്ട്. വെന്റ് V2 ആണ്. V2 ആയതുകൊണ്ട് നമ്മൾ ഡിഡ് എടുക്കുന്നു. ഇനി ആ ഒരു സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിന്റ് ആക്കുന്നു. ഡിഡിന്റ് യു ആണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് വുഡ് യു മൈൻഡ് ഉണ്ട്. വുഡ് യു മൈൻഡിന്റെ നിയമം ഓർമ്മയുണ്ടോ? വുഡ് യു മൈൻഡ് പ്ലസ് ING ഫോർമാറ്റ് വരണം. വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ അബൌട്ട് ഇറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ വുഡ് യു മൈൻഡ് വെച്ചിട്ട് ING വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിയമം. ഓക്കെ, നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് യു ഹാഡ് ബെറ്റർ. ഓർമ്മയുണ്ടോ? യു ഹാഡ് ബെറ്റർ പ്ലസ് എന്ത് വരണം? V1 വരണം. അപ്പൊ യു ഹാഡ് ബെറ്റർ, അപ്പൊ അതായത് യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ ട്രൈ എഗെയിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ട്രൈ എഗെയിൻ അല്ലെ? ട്രൈ എഗെയിൻ. അടുത്തത് നോക്കുക. യെസ്, ഇഫ് പീപ്പിൾ ജഡ്ജ്ഡ് ബി മൈ ക്വാളിഫിക്കേഷൻസ്. ആ സെന്റൻസ് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ വേർബ് ഏതാന്ന് നോക്കണം. വേർബ് നമ്മൾ കണ്ടുപിടിച്ചു. V2 ആണ് വേർബ്. V2 വന്നു കഴിഞ്ഞാൽ ഇവിടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വരണം. പ്ലസ് ഇവിടെ V1 വരണം. അപ്പോൾ ഏത് ഓക്സിലറിയാ? നമ്മൾ വുഡ് എടുക്കാൻ നോക്കുക അല്ലേ? ഇഫ് പീപ്പിൾ ജഡ്ജ്ഡ് ബി മൈ ക്വാളിഫിക്കേഷൻ ഐ വുഡ് ഗെറ്റ് എനി ജോബ് എന്ന് നമുക്ക് എഴുതി കൊടുക്കുക അല്ലെ? ഐ വുഡ് ഗെറ്റ് എനി ജോബ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ യു വുഡ് ബി ഇൻ എ ബെറ്റർ പൊസിഷൻ. അവിടെ യെസ്, ഇവിടെ കോമ ഇത് മിസ്റ്റേക്കൻലി വന്നതാണ്. അതൊരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. അതിന്റെ ആൻസർ താഴെ തന്നിട്ടുണ്ട്. പീപ്പിൾ ബിഹേവ് ദിസ് വേ ബിക്കോസ് ദെയർ മൈൻഡ് സെറ്റ് ഈസ് ഹാർഡ് ടു ചേഞ്ച്. അപ്പോൾ അത് ഉത്തരം കിട്ടുന്ന രീതിയിൽ ഒരു ചോദ്യം മുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ എങ്ങനെയാ ചോദിക്കുക? why do people behave this way അല്ലേ? അപ്പൊ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇനി ശരിയല്ലെങ്കിൽ, തെറ്റാണെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ RK Next ചാനലിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോ ഉണ്ട്, പോയി കാണാ, സെറ്റ് ആക്കുക കേട്ടോ. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.